ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലെ മാത്സ് ആൻഡ് റീസണിങ് പോർഷൻസ് ആണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ നമുക്ക് ചോദിച്ചുള്ള ക്വസ്റ്റ്യനുകളും അതിനോട് അനുബന്ധിച്ച് വരുന്ന വേറെ വേറെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ എല്ലാവരും RRB ഗ്രൂപ്പ് ഡി അയച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഇന്നാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇന്ന് രാത്രി 11:59 വരെ നമുക്ക് അയക്കാൻ സാധിക്കും. അപ്പോൾ ഒട്ടും തന്നെ മറക്കാതെ തന്നെ നിങ്ങൾ ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. പേയ്മെന്റ് ആണെങ്കിൽ 3-ാം തീയതി വരെയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ നോക്കിയേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ എന്താണ് ബാക്കി സ്റ്റഡി പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സീരീസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ റീസണിംഗ് ആണ്, റീസണിംഗ് ആൻഡ് മാത്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോഡിംഗ് ഡീകോഡിംഗിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ഇയർ, അതായത് വളരെ പഴക്കമുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഈ വർഷം തന്നെ ചോദിച്ച ഒരു റെയിൽവേക്ക് ചോദിച്ചിട്ടുള്ള ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് UDVA is related to CLDI in a certain way based on the English alphabetical order. അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ UDVA എങ്ങനെ കോഡ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നു? CLDI ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അനലോഗി ആയിട്ട് വേണമെങ്കിലും ഇത് താരതമ്യപ്പെടുത്താം. കോഡിംഗ് ഡീകോഡിംഗ് ആയിട്ടും അല്ലെങ്കിൽ അനലോഗി ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇൻ ദ സെയിം വേ AJBG is related to IRGO. അപ്പൊ അതേ രീതിക്ക് തന്നെയാണ് AJBG IRGO ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസുകളിൽ ഏതാണ് YHZE റിലേറ്റ് ചെയ്യുന്നത്? സെയിം ലോജിക്കിൽ ഏതാണെന്നുള്ളതാണ് ഇവിടെ ചോദ്യം വരുന്നത്. അപ്പൊ നമുക്ക് അത് ചെയ്യാം. അതായത് UDVA എങ്ങനെയാണോ CLDI ആകുന്നത്, അതുപോലെ AJBG എങ്ങനെയാണോ IRGO ആകുന്നത്, അതേ രീതിക്ക് YHZE ആക്കണം. അപ്പൊ നമുക്കിത് ചെയ്യാൻ എളുപ്പമുള്ള മാർഗം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പൊസിഷണൽ വാല്യൂസ് അഥവാ നമ്മുടെ പ്ലേസ് വാല്യൂസ് നിങ്ങൾ എഴുതുക. അപ്പൊ ഇതിൽ നമുക്ക് പൊസിഷണൽ വാല്യൂസ് എഴുതാം. U 21ാമത്തെ ലെറ്റർ ആണ്, D 4 ആണ്, B 22 ആണ്, A 1 ആണ്, C 3, L 12, D 4, I 9. അടുത്ത് A 1, J 10, B 2, G 7, I 9, R 18, J 10, O 15. അപ്പൊ നമുക്ക് ആ നമ്പർ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കിക്കേ. ഇവിടെ എങ്ങനെയായിരിക്കും നമുക്ക് വന്നിരിക്കുക നോക്കിക്കോളൂ. നമുക്ക് ഇത് ഈ രീതിക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ 21-3 അല്ലെങ്കിൽ 21-12 ആ രീതിക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കറക്റ്റ് രീതിയിലുള്ള ഒരു പാറ്റേൺ നമുക്ക് വരില്ല. ഇനി വേറൊരു രീതിക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് 21-ഉം 22-ഉം ഓൾട്ടർനേറ്റ് ആയിട്ട് ഒന്നിടവിട്ട് വരുന്ന വേർഡുകൾ 21-ഉം 22-ഉം. അതുപോലെ 4 - 3 ആണ് 1. താഴെ കോഡിൽ നോക്കിക്കേ, 3 + 1 4, അതായത് 21 + 1 22 ഓൾട്ടർനേറ്റ് ആയിട്ട് ഇവിടെ വരുമ്പോൾ 12 - 3 9. അതേ രീതിക്കാണ് ഇവിടെ വരുന്നത് നോക്കിക്കേ, 1 + 1 2, 10 - 3 7 ആണ്. അങ്ങനെയാണെങ്കിൽ 9 + 1 10, 18 - 3 15 ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കുമ്പോ Y 25, H 8, Z 26, E 5. അപ്പൊ 25 + 1 26, 8 - 3 5 ആണ്. അപ്പൊ അതേ രീതിക്ക് വരുന്ന ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ആദ്യം G 7, നമുക്ക് അതൊന്ന് എഴുതി നോക്കാം കേട്ടോ. G 7, P 16, H 8, M 13. അപ്പോൾ 7 8 കറക്റ്റ് ആണ്. 7 8 കറക്റ്റ് ആണ്. 16 - 3 13. അപ്പോൾ GPHM നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. G 7, H 8, Y 25, T 20. അപ്പൊ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുമ്പോ 7 + 1 8 വരണം. പക്ഷെ ഇത് അടുത്താണ് 8 വന്നിട്ടുള്ളത്, അപ്പൊ അത് വരില്ല. അടുത്ത് G 7, T 20, F 6, Y 25. അപ്പൊ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക്
7 + 1 8 വരണം. പക്ഷെ ഇവിടെ 7 - 1 6 വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഓപ്ഷൻ വരില്ല. ഇവിടെ G 7, B 2, H 8, Y 25. അപ്പൊ 7 + 1 8 കിട്ടി. പക്ഷെ ഇവിടെ 2 - 3 വരണം. അപ്പൊ 25 ആണോ വരുന്നത്? 2 - 3 25 കഴിഞ്ഞിട്ട് നോക്കുക. അതായത് നമ്മൾ ബാക്കിലോട്ടാണ് പോകുന്നത്. 26 1 2 അല്ലെ, 1 2 വരും അല്ലെ. അപ്പോ ഇവിടെ നമുക്ക് വരേണ്ടത് ഇപ്പൊ 2 25 അപ്പൊ 2 + 23 25. തിരിച്ചല്ല വരേണ്ടത്. 25 മൈനസ് അല്ല. നോക്കിക്കേ, 2 + 23 25. നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ്? ഇവിടെ നമുക്ക് നോക്കേണ്ടത് 16 + 3 സോറി -3 13 വരേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 2 + 23 നമുക്ക് 25 വന്നത്. അപ്പൊ അതും വരില്ല. അപ്പൊ ഇതിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ GPHM ആണ്. എങ്ങനെയാണ്? G7, P16, H8, M13. 7 + 1 8, 16 - 3 13. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, MSAFGJHD ആർ 7 ഫാമിലി മെമ്പേഴ്സ്. ഈ തന്നിരിക്കുന്ന 7 ഫാമിലി മെമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഒരു സെയിം അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് അവർ താമസിക്കുന്നത്. M is yes ഹസ്ബൻഡ്. അപ്പൊ ഇതോട്ട് നമ്മുടെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് വരച്ചു തുടങ്ങണം. M is yes ഹസ്ബൻഡ്. അതായത് M ആരാണ്? എസിന്റെ ഹസ്ബൻഡ് ആണ്. അപ്പോ എസ് വൈഫും. ഓക്കെ ആണല്ലോ. H is J's വൈഫ് ആണ്. അത് നിൽക്കട്ടെ. S is mother of J and daughter of A. S ആരാണ്? മദർ ഓഫ് ജെ, ജെയുടെ അമ്മയും. അതുപോലെ S ആരാണ്? ഡോട്ടർ ഓഫ് എ, എയുടെ മകളുമാണ്. എയുടെ മകളും. അപ്പോ എ എന്ന് പറഞ്ഞ എസിന്റെ അമ്മയോ അച്ഛനോ നമുക്കറിയില്ല, പാരന്റ് ആണ്. ഡി ഈസ് ബ്രദർ ഓഫ് എച്ച് ആണ്. ഡി ഈസ് ബ്രദർ ഓഫ് എച്ച് ആണ്. ഓക്കെ, നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ നോക്കാം. എഫ് ഈസ് വൈഫ് ഓഫ് എ. എഫ് എന്ന് പറയുന്നത് എയുടെ വൈഫാണ്. അപ്പൊ എ ആര് വന്നു? ഹസ്ബൻഡ് വന്നു. അതായത് എസിന്റെ അച്ഛനെ അമ്മയെ നമുക്ക് അവിടെ വരയ്ക്കാൻ കിട്ടിയിട്ടുണ്ട്. അടുത്ത് എച്ച് ഇസ് ജെസ് വൈഫാണ്. ജെയുടെ വൈഫാണ് എച്ച്. ജെയുടെ വൈഫാണ് എച്ച്. ഓക്കെ ആണല്ലോ. ഇനി ഡി ഈസ് ബ്രദർ ഓഫ് എച്ച് ആണ്. ഡി എന്ന് പറയുന്നത് എച്ചിന്റെ ബ്രദർ ആണ്. അപ്പൊ ജെയ്സ് എച്ചിന്റെ, അതായത് എച്ച് ഈസ് ജെയ്സ് വൈഫാണ്, ജെയുടെ വൈഫാണ് എച്ച്. അതുപോലെ ഡി എന്ന് പറയുന്നത് എച്ചിന്റെ ബ്രദർ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് ഡി റിലേറ്റഡ് ടു ജെ? ജെയുടെ ആരാണ് ഡി? ജെയുടെ ആരാണ് ഡി? അപ്പൊ ജെയുടെ ആരാണ് ഡി? ജെയുടെ വൈഫിന്റെ ബ്രദർ. വൈഫിന്റെ ബ്രദർ ആരാണ്? വൈഫിന്റെ ബ്രദർ നമുക്ക് ബ്രദർ ഇൻ ലോ എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഓപ്ഷനകത്ത് ബ്രദർ ഇൻ ലോ ഉണ്ടോ നോക്കിക്കേ, ഇല്ല. അതല്ല, നമുക്ക് എന്തുണ്ട്? വൈഫ്സ് ബ്രദർ എന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ എ നമുക്ക് സാധാരണ വൈഫ്സ് ബ്രദർ എന്ന് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഓപ്ഷനകത്ത് നോക്കുക. നമുക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ എന്താണ് അതിന്റെ ആൻസർ? ബ്രദർ ഇൻ ലോ ആണ് വരുന്നത്. അത് ബ്രദർ ഇൻ ലോ നമുക്ക് അതിനകത്ത് ഇല്ല. അപ്പൊ വൈഫ്സ് ബ്രദർ, അതായത് ഭാര്യയുടെ സഹോദരനാണെന്നുള്ളത് നമ്മുടെ ഓപ്ഷനകത്ത് തന്നെ നമുക്ക് ഓപ്ഷൻ എ ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് സ്റ്റാൻഡേർഡ് ടൈപ്പിൽ വരുന്ന ബ്ലഡ് റിലേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടൈപ്പ് ഒക്കെ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ബ്ലഡ് റിലേഷനിൽ. അത് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അടുത്ത ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ബുക്ക് റീഡിംഗ് ഈസ് എ വെരി ഹെൽത്തി ഹാബിറ്റ് ബിക്കോസ് it keeps our learning process alive even after our college or school education. അതായത് സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ബുക്കുകൾ വായിക്കുക എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ഹാബിറ്റ് ആണ്. അതൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു എന്താണ് ഒരു ശീലമാണ്. ഓക്കെ, ഒരു ശീലമാണ്. കാരണം ഇറ്റ് കീപ്സ് അവർ ലേണിംഗ് പ്രോസസ് അലൈവ്. അത് എന്ത് ചെയ്യും? നമ്മുടെ ലേണിംഗ് പ്രോസസ്സിനെ എപ്പോഴും ലൈവ് ആക്കിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ എപ്പോഴും പഠിച്ചോളാം, നമ്മൾ എപ്പോഴും ഇങ്ങനെ ബുക്ക് വായിക്കുന്ന സമയത്ത് അറിവ് കിട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പം നമ്മുടെ ലേണിംഗ് പ്രോസസ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈവൻ ആഫ്റ്റർ നമ്മുടെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞാലും നമ്മുടെ കോളേജ് കാലഘട്ടം കഴിഞ്ഞാൽ പോലും നമ്മുടെ ലേണിംഗ് പ്രോസസ് എപ്പോഴും അലൈവ് ആക്കി വെക്കുന്നത് ബുക്ക് റീഡിംഗ് ഹാബിറ്റ് കൊണ്ടാണ്. അപ്പം ബുക്ക് റീഡിംഗ് എന്ന് പറയുന്ന ഒരു ഹെൽത്തി ഹാബിറ്റും ആണ്. അതുപോലെ തന്നെ എപ്പോഴും നമ്മളെ അലൈവ് ആക്കി വെക്കും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചിന്തകളെ ഉണർത്തി വെക്കുന്നത് ബുക്ക് റീഡിംഗ് കൊണ്ടാണ്. അതിപ്പോ നമ്മുടെ കോളേജ് ഡേയ്സ് കഴിഞ്ഞാലും നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞാലും അത് സെയിം പോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ കൺക്ലൂഷൻ ഇതാണ്: nowadays e-books are gaining far more popularity than hard covers. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്ത് ഹാർഡ് കവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ
ബുക്ക്, ഒറിജിനൽ ബുക്ക് നമ്മൾ മേടിക്കുന്ന ബുക്ക്. ഓക്കെ, അപ്പോൾ അതിന്റെ ഹാർഡ് കോപ്പീനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നത് ഇ ബുക്സ് ആണ്. ഇ ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് ബുക്സ് ആണ്. നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടില്ല, നമുക്ക് വെർച്വലി റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ബുക്സ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കൺക്ലൂഷൻ എന്താണ്? സ്റ്റുഡൻസ് ഗെയിൻ എ ലോട്ട് ഓഫ് നോളജ് ആൻഡ് ഇംപ്രൂവ് ലാംഗ്വേജ് ബൈ കീപ്പിംഗ് ദ ഹാബിറ്റ് ഓഫ് ബുക്ക് റീഡിങ് അലൈവ്. അപ്പോൾ നമ്മൾ എന്താണ്, ബുക്ക് റീഡ് ചെയ്യുന്ന ആ ഒരു ഹാബിറ്റ് നമ്മൾ അലൈവ് ആക്കിക്കൊണ്ടിരുന്നാൽ സ്റ്റുഡൻസിന് ഒരുപാട് നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റുകയും അവരുടെ ലാംഗ്വേജും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് കൺക്ലൂഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഏറ്റവും ആ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ എന്താണ് ഫോളോ ചെയ്യുന്നത് ഏതായിരിക്കും? സ്റ്റേറ്റ്മെന്റിൽ ഇതേ പറയുന്നുള്ളൂ, ബുക്ക് റീഡിംഗ് എന്ന് പറയുന്ന ഒരു ഹെൽത്തി ഹാബിറ്റ് ആണ്. എപ്പോഴും നമ്മളെ ലേണിംഗ് പ്രോസസ്സിനെ അലൈവ് ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, അതായത് ഇപ്പൊ ഹാർഡ് കവേഴ്സിനെക്കാട്ടിലും ഏറ്റവും പോപ്പുലർ ആയിക്കൊണ്ട് ഈ ബുക്സ് ആണ്, അങ്ങനെയുള്ള കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കാരണം സ്റ്റുഡൻസിന് ഒരുപാട് നോളജ് കിട്ടുകയും അതുപോലെ അവരുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും ബുക്ക് റീഡിംഗ് കൊണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? only 2 ഫോളോവേഴ്സ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. അതായത് രണ്ടാമത്തെ കൺക്ലൂഷൻ ആണ് ഏറ്റവും നന്നായിട്ട് സ്റ്റേറ്റ്മെന്റ് സ്ട്രോങ് ചെയ്യിപ്പിക്കുന്ന കൺക്ലൂഷൻ, ഫോളോ ചെയ്യുന്ന കൺക്ലൂഷൻ. അപ്പം സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ വരുന്ന ടൈപ്പ് നമുക്ക് ഒരുപാട് ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഓരോ ഷിഫ്റ്റ്, നിങ്ങൾക്ക് അറിയാം RRB ഗ്രൂപ്പ് ഡി ആയാലും RRB NTPC ആയാലും നമുക്ക് ഷിഫ്റ്റ് വൈസ് ആണ് എക്സാം നടക്കുന്നത്. അപ്പം പല ഷിഫ്റ്റുകളിൽ പല രീതിക്കാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ 3 or 4 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഷിഫ്റ്റ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ പഠിച്ചേക്കാം കേട്ടോ. ഇതെല്ലാം നമ്മുടെ ലോജിക് വൈസ് നമ്മൾ തിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. മെയിൻലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ഹാബിറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. റീഡിംഗ് ഹാബിറ്റ് നന്നായിട്ടുള്ള ഒരാൾക്ക് ഈ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ റീഡിംഗ് ഹാബിറ്റ് കറക്റ്റ് ആക്കുക. ഈ ക്വസ്റ്റ്യൻ ഉള്ളതുപോലെ തന്നെ നമ്മുടെ ബുക്ക് റീഡിംഗ് അല്ലെങ്കിൽ റീഡിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ ഹെൽത്തി ആക്കിക്കൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോജിക് വൈസ് നമ്മുടെ ചിന്ത കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ റീഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും അലൈവ് ആയിരിക്കുക, കംപ്ലീറ്റ് കാര്യങ്ങളിലും അലൈവ് ആയിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ബ്ലഡ് റിലേഷൻ അകത്ത് വരുന്ന കോഡഡ് ടൈപ്പ് ആണ്. ഇത് നമുക്ക് ഇപ്പോ പൊതുവെ എല്ലാ പരീക്ഷകളും, ഇപ്പൊ ഈവൻ PSC പരീക്ഷകളിൽ പോലും നമുക്കിത് ചോദിച്ചു കാണുന്നുണ്ട്. ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ്, ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ R+S മീൻസ് R is mother of S. R+S എന്താണ്? R is mother of S. Sന്റെ അമ്മയാണ് R Sന്റെ അമ്മയാണ്. R@S ആണെങ്കിലോ R Sന്റെ ഹസ്ബൻഡ് ആണ്. R#S ആണെങ്കിലോ R Sന്റെ സിസ്റ്റർ ആണ്. R%S ആണെങ്കിലോ R Sന്റെ ഫാദർ ആണ്. ഇത് ഇത്രയും നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, ആ ഒരു സിമ്പിളിന് തന്നിരിക്കുന്ന ഒരു എന്താണ് കോഡാണ്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഈസ് N റിലേറ്റഡ് ടു P? Pയുടെ ആരാണ് N? ഇഫ് തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷനെ സോൾവ് ചെയ്യണം. M#N, ഇവിടെ നമുക്ക് എല്ലാ സിമ്പിൾസും അതിന്റെ റിലേഷൻ തന്നിട്ടുണ്ട്, അതനുസരിച്ച് നമ്മളത് മാറ്റുക. M#N, ഇവിടെ R-ഉം S-ന്റെ സ്ഥാനത്ത് M-ഉം N കൊടുക്കുക. അപ്പോൾ M ഈസ് സിസ്റ്റർ ഓഫ് N ആണ്. അതായത് M ആരാണ്? N-ന്റെ സിസ്റ്റർ ആണ്. M ആരാണ്? N-ന്റെ സിസ്റ്റർ ആണ്. ഞാൻ വരച്ചു. N+O, പ്ലസ് ഇവിടെയാണ്. അപ്പൊ N ഈസ് മദർ ഓഫ് O ആണ്. ഓയുടെ മദർ ആണ് N. ഓയുടെ മദർ ആണ് N. ഓയുടെ മദർ ആണ് N. ഓക്കെ ആണല്ലോ. O പെർസെന്റേജ് P ആണ്. പെർസെന്റേജ് ഇവിടെയാണ്. അപ്പൊ O ഈസ് ഫാദർ ഓഫ് P ആണ്. O ആരാണ്? P-യുടെ അച്ഛനാണ്. P-യുടെ അച്ഛൻ. P@Q, @ ഇവിടെയാണ്. അപ്പോ P is husband of Q ആണ്. അതായത് P എന്ന് പറയുന്ന ആള് Q-ന്റെ ഹസ്ബൻഡ് ആണ്. Q-ന്റെ ഹസ്ബൻഡ് ആണ്. ഓക്കെ, അടുത്ത Q#T എന്ന് പറയുമ്പോഴോ Q is sister of T ആണ്. Q എന്ന് പറയുന്ന ആള് T-യുടെ സിസ്റ്റർ ആണ്. ഇതിൽ നിന്ന് ചോദ്യം എന്താണ്? P-യുടെ ആരാണ് N? How is N related to P? P-യുടെ ആരാണ് N? P-യുടെ ആരാണ് N? P-യുടെ അച്ഛന്റെ അമ്മ, ഫാദേഴ്സ് മദർ അല്ലെങ്കിൽ പെറ്റേണൽ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ. ഇവിടെ ഓപ്ഷനിൽ നോക്കുക, ഫാദർ സിസ്റ്റർ അല്ല, മദർ അല്ല, ഇത് ഫാദേഴ്സ് മദർ ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം
നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻ ദിസ് ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ ഫോളോഡ് ബൈ 2 സ്റ്റേറ്റ്മെന്റ്സ്. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്കിനെ പറയുന്ന പേരാണ് ഡേറ്റ സഫിഷ്യൻസി. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കും, 2, 3, 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിരിക്കും. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട്, അതായത് ആ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വേണം നമ്മൾ ചെക്ക് ചെയ്യാൻ. അതായത് ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാനുള്ള ഡേറ്റ, ആ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് വേണം നമ്മൾ അവിടെ ചെക്ക് ചെയ്യാൻ. ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ്? A, B, C, D and E are sitting around a circular table facing center. അപ്പൊ ഒരു വട്ടമേശയ്ക്ക് ചുറ്റും അകത്തേക്ക് നോക്കി എത്ര പേര് ഇരിപ്പുണ്ട്? 5 പേര് ഇരിപ്പുണ്ട്. ഓക്കെ. ഹൂ സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എ? അങ്ങനെയാണെങ്കിൽ എയുടെ തൊട്ട് വലതുവശത്ത് ആരാണ് ഇരിക്കുന്നത്? തൊട്ട് വലതുവശത്ത് ആരാണ് ഇരിക്കുന്നത്? ഇതിന്റെ ഉത്തരം താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ത്രൂ നമുക്ക് കിട്ടുന്നുണ്ടോ? ഡേറ്റ് നമുക്ക് അതിലുണ്ടോ? എങ്ങനെയാ ചെക്ക് ചെയ്യേണ്ടത്? 2 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ച് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണം. ഇല്ല, അവിടെ ലീവ് ചെയ്തേക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണം. ഇല്ല, അവിടെ ലീവ് ചെയ്തേക്കാം. എങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണം. ഇനി ആദ്യത്തേതിൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുന്നുള്ളൂ, രണ്ടാമത്തിൽ നമ്മൾ എത്ര നോക്കിയിട്ട് ആൻസർ കിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ നമുക്ക് വരുന്നത് എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് ഡേറ്റ സഫീഷ്യന്റ് ആയിട്ടുള്ളത്. ഇനി സ്റ്റേറ്റ്മെന്റ് 1 വെച്ച് നമുക്ക് ഒന്നും കിട്ടുന്നില്ല, സ്റ്റേറ്റ്മെന്റ് 2ലാണ് നമുക്ക് ആൻസർ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? കൺക്ലൂഷൻ 2, സോറി, സ്റ്റേറ്റ്മെന്റ് 2ലാണ് നമുക്ക് ഡേറ്റ കറക്റ്റ് ആയിട്ടുള്ളത്. ഇത് രണ്ടിലും നമുക്ക് ആൻസർ കിട്ടുന്നില്ല, നമ്മൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആൻസർ കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ബോത്ത് ആർ സഫീഷ്യന്റ്. 2 സ്റ്റേറ്റ്മെന്റ് നമുക്ക് സഫീഷ്യന്റ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാൻ. ഇനി 2 സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഡ് ചെയ്തിട്ട്, സോറി, കമ്പൈൻ ചെയ്തിട്ട് പോലും നമുക്ക് അതിന് ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നോട്ട് സഫീഷ്യന്റ്. ഡേറ്റ അവിടെ എന്താണ്? സഫീഷ്യന്റ് ആയിട്ടുള്ള ഡേറ്റ് നമുക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ്. ഡേറ്റ സഫിഷ്യൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1, 2, 3 ക്വസ്റ്റ്യനുകൾ നമുക്ക് ഇതിനകത്ത് ചോദിക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡേറ്റ സഫിഷ്യൻസി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ABCD ഒരു സർക്കുലർ അല്ലേ? ഒരു സർക്കുലർ ടേബിൾ ആണ്. ഓക്കെ, ഒരു സർക്കുലർ ടേബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ ഓക്കെ, ഒരു വട്ടമേശയുണ്ട്, അതിൽ 5 പേര് ഇരിപ്പുണ്ട്. 1, 2, 3, 4, 5. അവരെല്ലാവരും അകത്തേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അത്രയും നമ്മുടെ കയ്യിലുണ്ട്. ഇനി സ്റ്റേറ്റ്മെന്റ് വൈസ് വശം വേണം നമ്മൾ നോക്കാൻ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് വരയ്ക്കാം. ഓൺലി 1 person സിറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് സി. ഡിക്കും സിക്കും ഇടയ്ക്ക്. അപ്പൊ ഡി ഞാൻ ഇവിടെ വെച്ചു, സി ഞാൻ ഇവിടെ വെച്ചു. ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, തിരിച്ചു വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഡിക്കും സിക്കും ഇടയ്ക്ക് ഒരാളാണ് ഇരിക്കുന്നത്. ഈ സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി. ഡിയുടെ വലതുവശത്ത്, തൊട്ട് വലതുവശത്ത് ആരിപ്പുണ്ട്? ഈ ഇരിപ്പുണ്ട്. അകത്തേക്ക് നോക്കിയിരിക്കുമ്പോ ഇടത് എന്ന് പറയുന്നത് ഘടികാര ദിശയിലോട്ടും വലതെന്ന് പറയുന്നത് എതിർ ഘടികാര ദിശയിലോട്ടുമാണ്. അപ്പം ഡിയുടെ തൊട്ട് വലത് ഈ ഇരിപ്പുണ്ട്. അപ്പോ ചോദ്യം ഇതാണ്, എയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ്, തൊട്ട് ഇടത് ആരാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ? അതായത് എയുടെ ഇടതല്ല വലത്, എയുടെ തൊട്ട് വലത് ആരാണ് ഇരിക്കുന്നത്. അപ്പൊ എ നമുക്കിതില് ഈ പ്ലേസിൽ വേണമെങ്കിൽ വരാം, ഈ പ്ലേസിൽ വേണമെങ്കിലും വരാം. പക്ഷെ ഇത് ഏതാണെന്നുള്ളത് ഡേറ്റ് നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് 1ൽ ഇല്ല. അപ്പൊ നമ്മൾ ഇനി അടുത്ത് എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് 2 നമുക്ക് ഒറ്റയ്ക്ക് വരച്ച് നോക്കണം. 1, 2, 3, 4, 5. എല്ലാരും അകത്തേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ. ബി സിറ്റ്സ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ഡി. ഡിയുടെ തൊട്ട് ഇടതുവശത്താണ് ബി ഉള്ളത്. അപ്പൊ തൊട്ട് ഇടതുവശം എന്ന് പറയുമ്പോഴത്തേക്കും ഘടികാര ദിശയിൽ നോക്കുമ്പോൾ നമുക്ക് തൊട്ട് ഇടതുവശം ഞാൻ വരച്ചു. only 1 person sit between B and E. ബിക്കും ഇക്കും ഇടയ്ക്ക് ഒരാൾ മാത്രമാണ് ഇരിക്കുന്നത്. ഇവിടെയും വരാം, ഇവിടെയും വരാം. ഓക്കെ, നോക്കാം നമുക്ക്. only 1 person sit between E and C. ഇക്കും സിക്കും ഇടയ്ക്ക് ഒരാളാണ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ അത് മാത്രം നമുക്ക് അവിടെ വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിൽ നമുക്ക് എന്തായാലും ഇക്കും സിക്കും ഇടയ്ക്ക് ഒരാൾ വരയ്ക്കുന്ന രീതി നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ബിയും ഇയും ഇങ്ങനെ വരയ്ക്കാം. ബിക്കും ഇക്കും ഇടയ്ക്ക് ഒരാളാണ്, ഇക്കും സിക്കും ഇടയ്ക്ക് ഒരാളാണ്. അപ്പോൾ നമുക്ക് ഇനി റിമൈനിങ് ആയിട്ട് എ മാത്രമാണുള്ളത്. എക്ക് അവിടെ ഒരു പ്ലേസും ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 വശം നമുക്ക് പറയാൻ പറ്റും എയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാണ് ഇരിക്കുന്നത്, തൊട്ട് വലതുവശത്ത് ആരായിരിക്കുന്നത്? സി ആണ് എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് 2ൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്കൊരു പ്രോപ്പർ ആൻസർ കിട്ടുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ്മെന്റ് 1ൽ നിന്ന് നമുക്കൊരു പ്രോപ്പർ ആൻസർ കിട്ടുന്നില്ല. അവിടെ ഡേറ്റ ഇല്ല, എ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, ഡേറ്റ ഇല്ല. അപ്പോ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഡേറ്റ ഇൻ സ്റ്റേറ്റ്മെന്റ് 2 alone is sufficient അല്ലെ? അതായത് സ്റ്റേറ്റ്മെന്റ് 2 ഡേറ്റ മാത്രം മതി നമുക്ക് അതിന്റെ ആൻസർ കിട്ടാൻ. സ്റ്റേറ്റ്മെന്റ് 1ൽ നമുക്ക് ആൻസർ കിട്ടില്ല, കാരണം ഡേറ്റ ഇല്ല. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി.
ക്ലിയർ ആണോ ചെക്ക് ചെയ്യുക. ഇതുപോലെയാണ് ഡേറ്റ സഫിഷ്യൻസിയുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് എന്തായാലും സീരീസ് ആണല്ലോ ഇത്, മുന്നോട്ട് തന്നെ നമ്മുടെ റിവിഷൻ സീരീസ് നടന്നു പോകും. ആ സമയത്ത് ഡേറ്റ സഫിഷ്യൻസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ആഡ് ഓൺ ചെയ്ത് തരാം. സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ഡേറ്റ സഫിഷ്യൻസിയുടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ എന്തായാലും ഇത് മനസ്സിലായോ നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം based on the English alphabetical order, 3 of the following 4 letter clusters are alike in a same way. ഇത് വേറെ ഒന്നുമല്ല, ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാം, ഓഡ് വൺ ഒറ്റയാനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു നോട്ടും കൂടെ പറയുന്നുണ്ട്. ഓഡ് വൺ ഔട്ട് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കൺസണൻസ് ഓർ വവൽസ് ഓർ ദെയർ പൊസിഷൻ ഇൻ ദ ലെറ്റർ ക്ലസ്റ്റർ. അതായത് ഓഡ് വൺ ഔട്ട് ഒരിക്കലും അവരുടെ നമ്പർ ഓഫ് കൺസണൻസ്, അതായത് ഇതിനകത്ത് എത്ര കൺസണൻസ് ഉണ്ട്, എത്ര വവൽസ് ഉണ്ട്, അതൊന്നും അല്ല, അതുപോലെ പൊസിഷൻസും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടല്ല ഇവിടെ നമുക്ക് ഓഡ് വൺ ഔട്ട് വരേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം ഓരോന്നിന്റെയും ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എങ്ങനെയാ വരുന്നത്, അതിൽ ഏതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരാത്തത് നമുക്ക് നോക്കാം. ആദ്യം EIRV നോക്കാം. EIRV നമുക്കിതിലെ പൊസിഷണൽ വാല്യൂസ് എഴുതി നോക്കാം. E5, I9, R18, V22 എങ്ങനെ വന്നു. അടുത്തത് XBIO, ഇത് 24, B2, I9, O15. അടുത്ത KOVB, K11, O15, V22, B2. AELR, A1, E5, L12, R18. എങ്ങനെയായിരിക്കും ഇത് വന്നിരിക്കുക എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയായിരിക്കും ഇത് വന്നിരിക്കുക? ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇതിൽ നോക്കാം. നമുക്ക് ഇയും ഐയും വരുമ്പം നമുക്ക് +4 ചെയ്യുമ്പോൾ 9. ഇവിടെയാണെങ്കിലോ +4 ചെയ്തപ്പോൾ 22. ഓക്കെ, ഇവിടെ 9 + 9 ആണ് 18. നോക്കാം നമുക്കിവിടെ
24 രണ്ട് നോക്കിക്കേ, 25, 26, 1, 2, അതായത് +4 ലെറ്റേഴ്സ് ആണ് ഈ വരുന്നത്. ഇനി 9ഉം 15ഉം ആണെങ്കിലോ, 9ഉം 15ഉം നോക്കുമ്പോൾ +6 ആണ് നമുക്ക് ഇവിടെ 15 വരുന്നത്. ഓക്കെ. ഇനി ഇവർ തമ്മിലാണെങ്കിൽ +7 ചെയ്യുമ്പം 9 വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ +4 ചെയ്തു 15, ഇവിടെ ആണെങ്കിൽ 22 കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്റർ വരെ നോക്കിക്കേ, 23, 24, 25, 26, 1, 2, അവിടെ നമുക്ക് +6 ആണ് വന്നത്. ഇനി 15, 22, 15 + 7 ആണ് നമുക്ക് 22 വന്നത്. ഇനി അടുത്ത് 1 + 4 5 വന്നു. ഇവിടെ 12 + 6 ആണ് നമുക്ക് 18 വരുന്നത്. 5 + 7 12. അപ്പൊ നമുക്ക് XBIO, KOVB, AELR എല്ലാം സെയിം പാറ്റേണിലല്ലേ. ആദ്യം +4 ആണ് ആദ്യത്തെ രണ്ട് നമ്പേഴ്സ്, പിന്നെ +7 ആണ് നടുക്കത്തെ രണ്ട് നമ്പേഴ്സ്, പിന്നെ +6 ആണ് അവസാനത്തെ രണ്ട് നമ്പേഴ്സ് അല്ലേ. അതെല്ലാം ഒരേപോലെയാണ് വന്നിട്ടുള്ളത് അല്ലേ. അതില് ഓഡ് വൺ ഔട്ടായിട്ട് വന്നിട്ടുള്ളത് ഏതാണ്? EIRV ആണ് നമുക്ക് ഓഡ് വൺ ഔട്ടായിട്ട് വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ നോക്കുക. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. 4 നമ്പർ പെയേഴ്സ് ഹാവ് ബീൻ ഗിവൺ. നമുക്ക് 4 നമ്പർ പെയേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ്, ആ പെയറിൽ ഏതാണ് ഡിഫറെന്റ്, അതായത് ഓഡ് വൺ ഔട്ട് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓഡ് വൺ ഔട്ട് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓഡ് വൺ ഔട്ട് ഏതാണ്? ആ തന്നിരിക്കുന്നവയില് ഏതാണ് ഓഡ് വൺ ഔട്ട്? 727, 609 ഒരു പെയർ, 373, 255 ഒരു പെയർ, 191, 177 ഒരു പെയർ, അടുത്ത് 797, 679 ഒരു പെയർ. എങ്ങനെയായിരിക്കും അത് വന്നിരിക്കാം? സാധാരണ ചെയ്യുന്ന പോലെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ ചെയ്തു നോക്കാം. ഇവർ തമ്മിൽ എത്ര നമ്പറിന്റെ വ്യത്യാസം നോക്കിക്കേ. 727, 609. എത്ര നമ്പറിന്റെ വ്യത്യാസം ഉണ്ട്? ഇത് 17, ഇത് 1. അപ്പോ 8, 1, 1, അതായത് 118ന്റെ വ്യത്യാസമുണ്ട് അല്ലെ. ഇനി ഇവർ തമ്മിലാണെങ്കിലോ 191, 177. മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 4, ഇവിടെ നമുക്ക് 8 വരുമ്പോഴത്തേക്ക് 1. അപ്പൊ 14ന്റെ വ്യത്യാസം നമുക്ക് ഇവിടെ വരുന്നുള്ളൂ അല്ലെ. അടുത്ത് ഇവര് തമ്മിലാണെങ്കിലോ 373ഉം 255. 13 വരുന്ന സമയത്ത് ഇവിടെ 8 വരും, ഇവിടെ 6 വരുമ്പോൾ 1 വരും. അപ്പൊ 3 - 2 1, 118ന്റെ വ്യത്യാസം വരുന്നുണ്ട്. ഇവര് തമ്മിലാണെങ്കിൽ 797ഉം 679. ഓക്കെ. 17 വരുമ്പം ഇവിടെ 8 ആണ്, ഇവിടെ 8 വരുമ്പം 1 ആണ്, 7, 6, 1, 118. അപ്പം ഇതിൽ ഒരു പെയർ ഒഴിച്ച്, ഒരു നമ്പർ പെയർ ഒഴിച്ച് ബാക്കി എല്ലാത്തിന്റെ ഡിഫറൻസ് 118 ആണ്. അപ്പൊ ഏതാണ് ആ ഒഴിവായിട്ടുള്ള നമ്പർ പെയർ, അല്ലെങ്കിൽ ഓഡ് വൺ ആയിട്ട് നിൽക്കുന്ന നമ്പർ പെയർ ഏതാണ്? 191, 177 ആണ്. ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. 191, 177 ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം. ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ്, ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ കാർ ഹാവ് വീൽസ്, ഇത് ചൈനീസ് കോഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ളതാണ്. ചൈനീസ് കോഡിംഗ്. അപ്പം കാർ ഹാവ് വീൽസ് ഈസ് റിട്ടേൺ as @mu #. Wheels are red is returned as SUBC_MU. I have red car is returned as 7@SU#. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതാണ്. കാർ ഹാവ് വീൽസ്, ഫസ്റ്റ് സെന്റൻസ് എന്താണ്? @MU#. അടുത്ത വീൽസ് ആർ റെഡ് എന്ന് പറയുമ്പോഴത്തേക്കും SUBC_MU. I have റെഡ് കാർ എന്ന് പറയുമ്പോഴേക്കും 7@SU. ഇത് ഇത്രയും 3 സെന്റൻസുകളാണ്. SU# കൂടെ ഉണ്ട് കേട്ടോ. ഇതില് വിച്ച് among the following is code for wheels car? വീൽസ് കാർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വീൽസ് കാർ. അപ്പോൾ വീൽസും കണ്ടുപിടിക്കണം കോഡ്, കാറും കണ്ടുപിടിക്കണം കോഡ്. നോക്കിക്കേ, വീൽസ് തന്നിരിക്കുന്ന സെന്റൻസുകളിൽ ഏതൊക്കെ സെന്റൻസുകളിൽ വീൽസ് ഉണ്ടെന്ന് നോക്കിക്കേ. ഫസ്റ്റ് സെന്റൻസിലുണ്ട്, സെക്കൻഡ് സെന്റൻസിലുണ്ട്, തേർഡിലില്ല. അപ്പോൾ ഫസ്റ്റിലും സെക്കൻഡിലും കോമൺ ആയിട്ട് വരുന്ന കോഡ് ഏതാ നോക്കിക്കേ. @ ഉണ്ടോ? ഇല്ല. MU ഉണ്ടോ? ദാ ഉണ്ട്. # ഉണ്ടോ? ഇല്ല. അപ്പോ നമുക്ക് വീൽസിന് കിട്ടി MU. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കുന്നത് കാറാണ്. കാർ എന്ന് പറയുന്നത് ഫസ്റ്റിലുണ്ട്, അതുപോലെ ലാസ്റ്റിലും ഉണ്ട്, അതായത് തേർഡിലും ഉണ്ട്. ഫസ്റ്റിലും തേർഡിലും കോമൺ ആയിട്ട് വരുന്ന കോഡ് നോക്കിക്കേ. @ ഉണ്ടോ? യെസ് ഉണ്ട്. അടുത്ത് MU ഉണ്ടോ? ഇല്ല. # ഉണ്ടോ? ഉണ്ട്. കണ്ടോ, ഇത് രണ്ടിലും # ഉണ്ട് അല്ലെ. നമുക്ക് ആൻസർ എന്ത് വരും? നമുക്ക് ഒന്നുകിൽ @ അല്ലെങ്കിൽ # അല്ലെ. @ അല്ലെങ്കിൽ #.
@ അല്ലെങ്കിൽ ഹാഷ്. അപ്പൊ നമുക്ക് ഒന്നുകിൽ എങ്ങനെ വരും, mu @ എന്ന് ആൻസർ വരാം, അല്ലെങ്കിൽ mu ഹാഷ്. തിരിച്ചു വേണമെങ്കിലും വരാം കേട്ടോ. @ mu എന്ന് വരാം, ഹാഷ് mu എന്ന് വരാം. അപ്പൊ നമ്മുടെ ഓപ്ഷനകത്ത് ഏതാണ് ഉള്ളതെന്ന് നോക്കുക. ഏതാണ് നമുക്കുള്ളത്? mu @ ഉണ്ടോ? ഇല്ല. mu ഹാഷ് ഉണ്ടല്ലേ. അപ്പൊ ഓപ്ഷൻ സി നമുക്ക് അവിടെ ചൂസ് ചെയ്യാം. ഓപ്ഷൻ സി നമുക്ക് അവിടെ ചൂസ് ചെയ്യാൻ സാധിക്കും. ഇത് ചൈനീസ് കോഡിംഗ് ആണ്. ഇത് മസ്റ്റ് ആയിട്ടും ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ എ റോ ഓഫ് ബോയ്സ്, ഒരു വരിയിൽ ഇത്ര ബോയ്സ് ഉണ്ട്. അപ്പൊ ആ ബോയ്സില് കാപ്പിൽ ഈസ് 8th ഫ്രം ദ റൈറ്റ്. വലതുവശത്ത് നിന്ന് കാപ്പില് 8ാമതും ഇനി ഇടതുവശത്ത് നിന്ന് നികുഞ്ച് 12ാമതുമാണ്. വെൻ കാപ്പിൽ ആൻഡ് നികുഞ്ച് ഇന്റർചേഞ്ച് ദെയർ പൊസിഷൻ, കാപ്പിലും നികുഞ്ചും കൂടി അവരുടെ പൊസിഷൻ തമ്മിൽ മാറുമ്പോ നികുഞ്ച് അപ്പൊ എങ്ങനെയാവും? ബിക്കംസ് 21st ഫ്രം ദ ലെഫ്റ്റ്. ഇടത് നിന്ന് 21ാമതാവും നികുഞ്ച്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ കാപ്പിൽസ് പൊസിഷൻ ഫ്രം ദ റൈറ്റ്? അങ്ങനെയാണെങ്കിൽ വലത് നിന്ന് കാപ്പിൽ എത്രാമത്തെ പൊസിഷൻ ആയിരിക്കും? അപ്പൊ ഞാനിവിടെ വരയ്ക്കാണ്. ഒരു വരിയില് കാപ്പില് റൈറ്റിൽ നിന്ന്, ഇതാണ് കാപ്പിൽ, റൈറ്റിൽ നിന്ന്. ഓക്കെ, നോക്കിക്കേ, നികുഞ്ച് ലെഫ്റ്റിൽ നിന്ന്, അതായത് നികുഞ്ച് ഇടത് നിന്ന് എത്രാമതാണ്? 12ാമതും. കാപ്പില് വലത് നിന്ന് എത്രാമതാണ്? 8ാമതുമാണ്. ഇനി എന്ത് ചെയ്തു? നികുഞ്ചും കാപ്പിലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്ഥാനം മാറി. സ്ഥാനം മാറിയപ്പോൾ നികുഞ്ചിന്റെ സ്ഥാനത്ത് കാപ്പില് വന്നു, കാപ്പിലിന്റെ സ്ഥാനത്ത് നികുഞ്ച് വന്നു. ഇവിടെ കാപ്പിൽ വന്നു, ഇവിടെ നികുഞ്ചു വന്നു. ഇത് ഒരു റോയിൽ തന്നെ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഇപ്പൊ എന്തായി? നികുഞ്ച് അവര് സ്ഥാനം മാറിയപ്പോ നികുഞ്ച് ഇപ്പോ ഇടത് നിന്ന് 21ാമതാണ്. അപ്പൊ ഇടത് നിന്ന് നികുഞ്ച് ഇപ്പൊ 21ാമതാണ്. അപ്പോ ഒരാളുടെ തന്നെ, ഒരു വരിയിൽ ഒരാളുടെ തന്നെ 2 സ്ഥാനങ്ങൾ കിട്ടി. നികുഞ്ച് ഇടത് നിന്ന് 21ാമതും വലത് നിന്ന് 8ാമതും. അങ്ങനെ ഒരാളുടെ തന്നെ 2 സ്ഥാനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ വരിയിൽ ആകെ എത്ര ആൾക്കാരുണ്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ആ 2 സ്ഥാനങ്ങളും കൂടെ കൂട്ടിയിട്ട് -1 ചെയ്യാം. അപ്പോ 29 - 1 എത്രയാണ്? 28 പേരുണ്ട് ആ ഒരു വരിയിൽ. ആ ഒരു വരിയിൽ എത്ര പേരുണ്ട്? 28 പേരുണ്ട്. ചോദ്യം ഇതാണ്, കാപ്പില് വലത് നിന്ന് എത്രാമതാണ്? അപ്പോ ഇടത് നിന്ന് കാപ്പില് 12ാമത്. ടോട്ടൽ 28 പേരും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 28ൽ നിന്ന് ആ 12 കുറയ്ക്കാം. 6 16. അതായത് വലത് നിന്ന് 16 കുട്ടികൾ കഴിഞ്ഞ്, അതായത് കാപ്പിൽ കഴിഞ്ഞിട്ട് പിന്നെ 16 പേരാണ്. ടോട്ടൽ 28. കാപ്പിൽ വരെ 12, അത് കഴിഞ്ഞ് 16 പിള്ളേരും കൂടെ ഉണ്ട്. അപ്പോ വലത് നിന്ന് നോക്കുമ്പോൾ 16 കുട്ടികൾ കഴിഞ്ഞ് 17ാമത്തെ കുട്ടിയാണ് ആര്? കാപ്പിൽ. 17. 16 കുട്ടി കഴിഞ്ഞ് +1 ചെയ്താൽ മതി. 17th സ്റ്റുഡന്റ് ആണ് കാപ്പിൽ. കാപ്പിൽ 17ാമത്തെ കുട്ടിയാണ്. 17ാമത്തെ കുട്ടി. അപ്പൊ ഇന്റർചേഞ്ച് വരുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യനുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചെയ്ത് പഠിക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളതാണ്. ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റും ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഓൺ വിച്ച് ഡേറ്റ് ഓഫ് മന്ത് ഹാസ് ഹാരിഷ് ബോൺ ഇൻ ഫെബ്രുവരി 2000? അതായത് ഫെബ്രുവരി 2000 ഫെബ്രുവരിയിൽ ഹാരിഷ് ഏത് ഡേറ്റ്, അതായത് ആ മാസത്തിലെ ഏത് ഡേറ്റിലാണ് ജനിച്ചതെന്നുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഹാരിഷ് വാസ് ബോൺ ഓൺ ആൻ ഈവൻ ഡേറ്റ് ഓഫ് മന്ത്. ആ മാസത്തിലെ ഒരു ഈവൻ ഡേറ്റിലാണ് ഹാരിഷ് ജനിച്ചത്. ഏത് ഡേറ്റാ നമുക്കറിയില്ല, പക്ഷെ ഈവൻ ഡേറ്റ് ആണ്. ഡേറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ടോ? ഇല്ല. ഈവൻ ഡേറ്റ് എന്നേ ഉള്ളൂ. ഒരുപാട് ഈവൻ ഡേറ്റ്സ് ഉണ്ടല്ലേ, 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, അങ്ങനെ ഒരുപാട് ഈവൻ ഡേറ്റ്സ് ഉണ്ട്. അതിൽ ഏതാന്നുള്ളത് നമുക്ക് അറിയില്ല, ആണല്ലോ. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാം? അതിൽ ഡേറ്റ് നമുക്കില്ല. ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കിക്കേ, ഹാരിഷ് ബർത്ത് ഡേറ്റ് വാസ് എ പ്രൈം നമ്പർ. പ്രൈം നമ്പർ നമുക്ക് ഒരുപാടില്ലേ? ഫെബ്രുവരി 28 ദിവസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതില് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? ഒരുപാട് പ്രൈം നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ 2, 3, 5, 7 ഇങ്ങനെ ഒരുപാട് പ്രൈം നമ്പേഴ്സ് ഉണ്ട് അല്ലെ. അതിൽ ഏതാന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? അത് ഏതാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അവിടെ ഡേറ്റ് നമുക്കില്ല. ഇനി രണ്ടും കൂടെ കമ്പൈൻ ചെയ്താലോ? ഈവൻ ഡേറ്റും ആണ്, ആ മാസത്തിൽ ഈവൻ ഡേറ്റും ആണ്, പക്ഷെ പ്രൈം നമ്പറും ആണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നോക്കുക, പ്രൈം നമ്പറിൽ ഈവൻ നമ്പർ ആയിട്ട് വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? 2 അല്ലെ. നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അതായത് അഭാജ്യ സംഖ്യയിൽ ഒരേ ഒരു ഇരട്ട സംഖ്യയുള്ളൂ, അത് 2 ആണ്. അപ്പൊ അങ്ങനെ വെച്ച് നമുക്ക് കമ്പൈൻ ചെയ്തൂടെ? അപ്പോ 2000 ഫെബ്രുവരിയിലെ
ആ മാസത്തിലെ 2, അതായത് ഫെബ്രുവരി 2-ാം തീയതിയാണ് ആര് ഹാരിഷ് ജനിച്ചത്. ഒന്ന് ഈവൻ ഡേറ്റും ആയിരിക്കണം, ഒന്ന് പ്രൈം നമ്പർ. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡേറ്റ് നമുക്ക് ഫുൾ ആക്കി കിട്ടുന്നത്. അപ്പൊ എന്ത് പറയാം നമുക്ക്? ബോത്ത് ഈസ് സഫീഷ്യന്റ്. നമുക്ക് രണ്ടും സഫീഷ്യന്റ് ആണ്, രണ്ടും നമുക്ക് എന്താണ് സഫീഷ്യന്റ് ആണെന്നുള്ള കാര്യം പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം ഒരു അനലോഗി ടൈപ്പ് ആണ്. ആദ്യം ഒരു ലെറ്റർ ഗ്രൂപ്പ് ഉണ്ട്, രണ്ടാമതൊരു ലെറ്റർ ഗ്രൂപ്പ് ഉണ്ട്. ഇവർ തമ്മിൽ എന്ത് റിലേഷൻ ആണോ അതേ റിലേഷൻ 3ഉം 4ഉം ലെറ്റർ ഗ്രൂപ്പുകൾ തമ്മിൽ വരണം. അപ്പോൾ ഇത് ലെറ്റർ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മെയിൻലി ആയിട്ട് പറയുന്നത് ഏതാണ്? കോഡിംഗ് ഡീകോഡിംഗ് തന്നെയാണ് അവിടെ വരാൻ സാധ്യത കൂടുതൽ. അപ്പൊ RVSM PUSO എങ്ങനെയാണ് നമുക്ക് വരുന്നത് നോക്കുക. അതേ രീതിക്ക് SHIT എങ്ങനെയാവും നോക്കണം. ഇതില് പൊസിഷണൽ വാല്യൂ ചെയ്യാം. R18, V22, S19, M13, P16, U21, S19, O15. എങ്ങനെ ചെയ്യാൻ നോക്കിക്കേ. 18 - 2 16, 22 - 1 21. S അതുപോലെ നമുക്കുണ്ട്. അടുത്ത് 13 + 2 15. അതായത് ഇവിടെ -2 -1 -1 അടുത്ത ലെറ്റർ അതുപോലെ ഇടാം. പിന്നെ +2 ആണ്. 4 ലെറ്റേഴ്സ് ആണ് വരുന്നത്. ഷീറ്റിൽ 4 ലെറ്റേഴ്സ് തന്നെയാണ്. അതേ രീതിക്ക് നമുക്ക് ചെയ്താൽ S19, H8, I9, T20. ആദ്യം -2 ചെയ്യാം. 19 - 2 17. അടുത്തെന്താണ്? -1 ചെയ്യണം. 8 - 1 7. I അതുപോലെ എഴുതാം 9. 20 + 2 22. അപ്പൊ എന്ത് വന്നു? QGIV. QGIV ആണ്. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അല്ലെ? ഓപ്ഷൻ ബി QGIV. അപ്പോൾ സെയിം പാറ്റേൺ തന്നെ ഇപ്പുറത്ത് ഫോളോ ചെയ്യണം. അതാണ് സമാന ബന്ധങ്ങൾ അല്ലെങ്കിൽ സമാന ബന്ധം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ അനലോഗി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഞാനിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിന്റെ കോൺസെപ്റ്റുകൾ അറിയാൻ വേണ്ടിയിട്ടും നമ്മുടെ റെയിൽവേ ഗ്രൂപ്പിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ് AZB അക്കാഡമിയുടെ. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് AZB അക്കാഡമിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനകത്ത് കോഴ്സസ് ഉണ്ട്. കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനകത്ത് RRB ഗ്രൂപ്പ് ഡി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കോഴ്സിനകത്ത് തന്നെ ഉണ്ടാവും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ബൈ പാക്കേജ് കൊടുത്ത് അതിനകത്ത് നിങ്ങൾ ഓഫർ കോഡ് കാവ്യ20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന എത്രയാണോ എമൗണ്ട് അതിൽ നിന്നും 20% റിഡക്ഷനോട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് വേണം എന്നൊക്കെ ഉണ്ട്, കോഴ്സിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻക്വയറി നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഓക്കെ. ഇതിനകത്ത് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷനുകളും മോക്ക് ടെസ്റ്റുകളും അതുപോലെ നമുക്ക് PDFs എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഈ ഒരു റിവിഷൻ സീരീസിൽ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് കാണാം. ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു. ബൈ.